അപ്പൊ അതിന് ഞാനിവിടെ ചെറിയൊരു എവിടേക്ക് വന്നാലും ക്രിസ്മസ് ആയിട്ട് അതെവിടെ സ്ഥലം ഇരിഞ്ഞാലക്കുട. ട്രെയിൻ ഉണ്ട്, ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ടോക്കൺ എടുക്കാം. ദേ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ജോലിക്കുട്ടനുണ്ട്. പതുക്കെ പോയ തിരക്കൊന്നുമില്ല. അല്ലേ അടിപൊളി ഒരു കപ്പൽ മത്സ്യബന്ധന നൗകയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേനോ എങ്ങനെയുണ്ട്? ഈ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടണം. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ചവിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചേച്ചിക്ക് ഒരു ബെല്ലും ബ്രേക്കിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അതൊക്കെ റെഡിയാക്കി തരാം. അരവീണേ നീ മിണ്ടാണ്ടിരിക്കും. അതൊക്കെ ഇടിക്കും. അതെടുക്കും. ആ അതെ, ഒന്നും പറ്റുന്നില്ല. നീ ടെൻഷൻ എല്ലാരും പാലൊക്കെ ഉണ്ട്. പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ കാക്കൊക്കെ ചെയ്യണ്ട. കാക്കൊക്കെ ഉണ്ട്. അതിന് പറയും എങ്ങനെയുണ്ട്? ഹലോ എങ്ങനെയുണ്ട്? കേട്ടോ എങ്ങനെയുണ്ട് സൗട്ടറി? അപ്പൊ ഗൈസ് നമ്മള് കുടുങ്ങിയിരിക്കണേ, വീണ്ടും കുടുങ്ങിയത്. വണ്ടി എവിടേക്ക് പോണെന്നുള്ളത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ തിരിഞ്ഞു പോണ്ടേ, വീശി ഓടിച്ചാലും പോണു. ഗൈസ് നമ്മൾ വീണ്ടും മലയിലേക്ക് ഇടിക്കാൻ പോണം ഗൈസ്. ഞാൻ ടൈറ്റാനിക് പോലെന്ന് പണിയാവോ. തിരിച്ചോട്ട് ഇവിടെ ഒരു പാലുണ്ട് ഗൈസ്. നമ്മളിവിടെ ഹൈവേ പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇവിടെ മീനൊക്കെ ഉണ്ട്. ഇടിച്ചിരിക്കും ഗൈസ്, ഇടിച്ചിരിക്കണ ഗൈസ്, ഇടിച്ചു ഗൈസ്. 4 പേർക്ക് ഒരു കൊച്ചിന്. ഗൈസ് വിചാരിച്ച പോലെയുള്ള ഗൈസ്, ഇത് നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ പണിയെടുക്കണം. 100 രൂപയും എന്തെങ്കിലും 250 രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കേണ്ടി വരും. എവിടെ തിരിയല്ലോ. അനുവിനെ ഡ്രൈവർ ആക്കിയപ്പോഴേ ഞാൻ ഓർത്തു ഇത് കൊളാവുന്ന്. ഞാൻ തിരിച്ചല്ല, ഇങ്ങട് നേരെ വെച്ചോ, നേരെ ഞാൻ യെസ് ഇതൊരു ഡാൻസ്. ഇതാരേലും ഷേർഖാൻ.
അന്തം വിട്ട് നിൽക്കുന്ന അമ്മ. കേട്ടോ കയറിക്കോ എലിവിട്ടാ അടിപൊളിയായിരിക്കും. അമ്മയും വന്നു. ഓ സൂപ്പർ. അപ്പച്ചൻ മീൻ പിടിക്കാൻ പോയിക്ക. ഒരു ഇത് വേണ്ട സൂപ്പർ. ഇത്ര മാച്ച് ഉണ്ടാവില്ല വേറെ കാര്യമായിട്ട്. നല്ല മാച്ചാ. പഴംപൊരി 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 മസാല പോണ്ട പിടിച്ചോ. നീ ഇതിന് പഴംപൊരി തന്നെ നിനക്ക് മസാല പോണ്ടിയാണ്. അതിലൂടെ പഴംപൊരി അതിന് എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയാണ്. നല്ല റിലാക്സിങ് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല രസമുണ്ട്. അടിപൊളി അല്ലേ? അടിപൊളി. അതായത് ഒരു ഈവനിങ് അത് നഷ്ടമല്ല വന്നത്. എൻട്രി ചാർജ് ഇല്ല. എൻട്രി ചാർജ് ഇല്ല. ഈ ബോട്ടിംഗ് ചാർജും അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രം ചാർജ് ഉള്ളൂ. അതും ഭയങ്കര ഫീസിബിൾ റേറ്റ് ആണ്. കാരണം ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത് 4 അഡൽട്സും ഒരു കിഡിനും 100 രൂപയുള്ളൂ. സോ ഭയങ്കര ഫീസിബിൾ ആയി തോന്നി എനിക്ക്. അത് ഏകദേശം ഇങ്ങനത്തെ ഒരു ബോട്ട് ചവിട്ട് ബോട്ടാണ്. 4 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് ചവിട്ടി പോവാം. 2 കുട്ടികൾക്ക് ഇരിക്കാൻ വേണമെങ്കിൽ അല്ലേ? എന്തായാലും നഷ്ടമില്ല. വെരി നൈസ് പ്ലേസ്. കുതിരപ്പുറത്തൊക്കെ കയറി ഇരിക്കാട്ടാ. ഇതാണ് നമ്മുടെ ഈ ഫാമിന്റെ പേരിട്ടോ. ഇത് ഇരിഞ്ഞാലക്കുടയാണ്. കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾക്ക് കയറാവുന്ന ട്രെയിൻ വരുന്നുണ്ടല്ലോ. അത് ഒരു സിനിമയിൽ പറയില്ല അതന്നെ ശബ്ദമില്ലാത്ത ഇക്കോ ഫ്രണ്ട്ലി ആയ ട്രെയിൻ. എടുക്കണം. എത്ര എടുത്തണം നമ്മള്? 5 1 2 3 4 5. എന്തായാലും നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് മുമ്പ് എന്തായാലും ഇവിടെ എന്തായാലും നമുക്ക് പോയിരിക്കണ്ട. അടിപൊളി സ്ഥലമാണ്. വെറുതെ 30 രൂപ കൊടുത്താൽ 30 രൂപയ്ക്ക് ട്രെയിനിൽ കയറാം. പിന്നെന്താ ബോട്ടിംഗ് ഉണ്ട്, കുതിരക്ക് ജയന്റ് വീലുണ്ട്, കുതിരപ്പുറത്ത് കയറാം. പിന്നെ അടിപൊളി ഒരു ഇതുണ്ട്. മീൻസ് ഒരു പാർക്ക് ഉണ്ട് കുട്ടികളെ കളിക്കാനായിട്ട്. അപ്പൊ എന്താ പിന്നെ നല്ലൊരു എന്താ പറയാ നഴ്സറി ഉണ്ട്. നല്ലൊരു ചെടികളൊക്കെ ഉണ്ട്. എന്തായാലും നഷ്ടമില്ല വീട്ടിലെ. കാരണം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഏത് പ്രായം ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. തിരിച്ചു വരുന്നുണ്ടാവില്ല. നെല്ലുപടി ജൈന്റ് വീൽ അല്ല, സ്മോൾ വീലാണ്. ചേട്ടന് ഭയങ്കര പേടിയാട്ടാ. അപ്പൊ ഞാൻ സ്മോൾ വീൽ ആയതുകൊണ്ട് കേറ്റാന്ന് വിചാരിച്ചിട്ട് ദൈവം എന്താവെന്ന് അറിയില്ല. ഞാനതിൽ കേറാത്ത ആളാണ്. ഒന്ന് കയറി നോക്കാം. ഓക്കെ അല്ലേ? ചേട്ടൻ്റെ ടിക്കറ്റ് ഇട്ടാ. അയ്യോ അതാ നമ്മളായതുണ്ട്. എങ്ങനെയുണ്ടാട്ടോ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അയ്യോ
അയ്യോ ഇതിന്റെ പേടിയുണ്ടോ? ഇതിന്റെ വലുതില് കയറുന്നത് ചെറുതാണ്, കുഞ്ഞുട്ടികള് കയറ. അയ്യോ കൈ കുറച്ച് ആ പിടിച്ചിരിക്കേ. മോളിക്ക് വരുമ്പോ ചെറുതായിട്ടൊരു പേടിയില്ലേ? നമ്മളിപ്പോൾ മോളിലാണ്. അയ്യോ ഇവിടെ എല്ലാം കാണാല്ലേ? യെസ്. കാണായിരുന്നു. ഒട്ടകത്തിനെ കാണാനില്ല, ഇനി ഇരുട്ടാണ്.